പറ്റണ രീതിയിൽ നല്ല അടിപൊളി ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 3 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എത്ര അരി എടുത്താലും 1 കിലോ എടുത്താലും 1/2 കിലോ എടുത്താലും ഒരു പാത്രം കൊണ്ട് അളക്കണം. ആ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അതിനാണ് ഈ അളന്നെടുക്കാൻ പറയുന്നത്. നമുക്കിനി അരി ഒന്ന് ആദ്യം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്താൻ വെക്കാം. ഒരു 2-3 വട്ടം കഴുകണേ. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇവിടെ ഇന്ന് കുതിർന്നോട്ട്. ഇതൊരു 10 മിനിറ്റ് കുതിർന്നാൽ മതി കേട്ടോ. ആ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. നമുക്കിനി ആദ്യം ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഞാനിതിൽ 2 തരത്തിലാണ് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കുറച്ച് നൈസായിട്ടും മറ്റൊന്ന് ഇച്ചിരി കട്ടി കൂടുതലുമായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഈ നൈസായിട്ടുള്ളതാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. നമുക്കിനി അടുപ്പത്ത് ഒരു ചീനി ചട്ടി വെച്ച് അത് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പൊരിക്കണ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉള്ളിയിൽ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി പൊരിച്ചിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വറന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് വറുത്തെടുക്കാം. ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വരട്ടെ. മുന്തിരിയൊക്കെ നല്ല വീർത്തിട്ടുണ്ട്. നമുക്കിതിനി ഇതിൽ കോരിയെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ഉള്ളി മുന്തിരിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം നമ്മുടെ അരി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അരി ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി അരി ഇവിടെ ഇരുന്നിട്ട് അരിയിലുള്ള വെള്ളമൊക്കെ വാർന്നു പോയിക്കോട്ടെ. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്തൊക്കെ. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ ഒരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പട്ട, ഗ്രാമ്പു, തക്കോല, ഏലക്ക, ജാതിപ്പൂ ഇത് നമുക്കിതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള ഉള്ളി, ചോറിലുള്ള ഉള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടട്ടെ. ഈ ഉള്ളി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഇട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് വറന്ന് വരട്ടെ. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരി ഇപ്പം ഞാൻ 5 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം.
ഞാനിവിടെ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കണക്കാക്കിയിട്ട് എടുക്കുക. നല്ല തിളപ്പിച്ചിട്ട് വേണം എടുത്ത് ഇതിൽ ഒഴിക്കാൻ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് 1 നാരങ്ങയുടെ നീരാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 1 ടീസ്പൂണ്. നമുക്കിനി ഇളക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. ഇത് അരിയിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വെക്കാൻ. അതില്ലെങ്കിൽ അരി അടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെക്കാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വെച്ചിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചോറ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കാൻ പാടുള്ള, അല്ലെങ്കിൽ അരി ഉടഞ്ഞു പോവും. നമ്മൾ അരിയൊക്കെ വെന്ത് ഒട്ടി പിടിക്കൊന്നുമില്ല, കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി അതേപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റും കൂടി മൂടി വെക്കാം. മക്കളെ, ഇനി 1 മിനിറ്റ് കുഞ്ഞു തീയിൽ വേണം വെക്കാനിട്ടാ. ഇപ്പൊ നമ്മുടെ ചോറ് വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതില് കുറച്ച് ഉള്ളി വറുത്തതിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തതിട്ട് കൊടുക്കാം. നമ്മളെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളമ്പാം. അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ട് നോക്കി നോക്കണം. മക്കളെ, ഇത് ഇഷ്ടപ്പെട്ട കമൻറ്റിൽ എഴുതി അറിയിക്കണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.